ഇന്നത്തെ ഓണം കൂടുതലും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാട് ആണ് കാണുന്നത്. പക്ഷേ പണ്ട് എന്ന് പറഞ്ഞാൽ ജനപങ്കാളിത്തം. ഇപ്പോൾ പുലിക്കളിയായാൽ ഞാനൊക്കെ പുലിക്കളിക്ക് കിഴക്കേക്കോട്ട ടീമിൽ സ്വന്തമായിട്ട് അതിനകത്ത് കളിക്ക് കൂടുകയും തലേദിവസം പെയിൻ്റ് അടിക്കുന്നിടത്ത് നമ്മൾ നോക്കി നിൽക്കുകയും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഇന്ന് വടം കെട്ടി പുലികളെ മാത്രം അവർക്ക് മാത്രം കളിക്കാൻ പെയിൻ്റ് അടിച്ചവർ മാത്രം കളിക്കുന്ന രീതി വിട്ട് എല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന ഒരു രീതി, പിന്നെ ഒലക്കേമേ നിന്നുള്ള കളി, അങ്ങനെ ഒരു ജനപങ്കാളിത്തം ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് ജനപങ്കാളിത്തം പറഞ്ഞ് ഓരോ ടീമുകളും അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ നടത്തുന്ന ഒരു പുലിക്കളി ആഘോഷങ്ങൾ ഓണാഘോഷങ്ങളായിട്ട് മാറിയിരിക്കുക. കുറച്ചുകൂടി പ്രൊഫഷണലായി. ഇപ്പോൾ പണ്ട് അങ്ങനെയല്ല. കൂട്ടമായിട്ട് ജനങ്ങൾ നീങ്ങുമ്പോൾ എല്ലാ താളത്തിനൊത്ത് ആ ചെണ്ടക്കൊട്ടിനും താളത്തിനൊത്ത് എല്ലാവരും നീങ്ങിയിരുന്ന ഒരു ഓണക്കാലാണ്. ഇന്നിപ്പോൾ ഒക്കെ റെഡിമെയ്ഡ് പൂക്കളങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളിലേക്ക് നീങ്ങി. എന്നിരുന്നാലും ഒരു പുതുമയുണ്ട്. ഓണം എല്ലാവരും മലയാളികൾ എല്ലാ ജനവിഭാഗവും മതം ജാതി ഭേദമന്യേ നടക്കുന്ന ഒരു ഓണമാണ്. എന്തായാലും എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. ഇതിനകത്തിരുന്നുള്ള കളികളെക്കാൾ കൂടുതൽ നമ്മൾ പുറത്തുള്ള കൂട്ടുകാരമൊത്തുള്ള കളികളും കാഴ്ചകളൊക്കെയായിരുന്നു. അതുപോലെ 10 ദിവസവും നമ്മൾ വീട്ടിൽ പച്ചക്കറി മാത്രമാണ് കഴിച്ചിരുന്നത്. എല്ലാ ജാതി മതസ്ഥരും അങ്ങനെ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് സാമ്പാർ, പാലിങ്ങ, ഇങ്ങനെയുള്ള പച്ചക്കറി വിഭവങ്ങൾ മാത്രം കഴിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ഇന്നിപ്പോൾ ഒന്നോണായാലും ഇറച്ചി മീൻ കഴിക്കുന്ന ഒരു അവസ്ഥ പല വീടുകളിലും കാണുന്നുണ്ട്. പക്ഷേ അന്ന് പണ്ട് എന്ന് പറഞ്ഞാൽ ഓണം വരുമ്പോൾ നമുക്ക് പച്ചക്കറി 10 ദിവസവും നമ്മളത് നിർബന്ധമായിട്ട് വീടുകളിൽ, ക്രിസ്ത്യൻ വീടുകളായാലും ഹിന്ദു വീടുകളായാലും ജാതി മതഭേദമന്യേ അത് ആചരിച്ചിരുന്നു.